എന്തുന്നാണത്? ഫാക്ടറിയാ? വീടിന്റെ മുമ്പിൽ വന്നിട്ടാണ് നിന്റെ അമ്മൂമ്മയുടെ സൈറ മുഴുക്കല് ചൂലേ. അടിച്ച് നിന്റെ മൂന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. സാറിന് എത്ര തിരക്കാണെങ്കിൽ ഇതുവരെ ഞാൻ ഫോൺ അടിച്ചോളാം. ഒരു ഫോൺ അടിക്കാരൻ. സാറിന് എന്തിന്റെ കഴപ്പാ? പോടേ. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. പട്ടിയായിട്ടാ മോന്റെ കളി. പേളോ എടേ പോടേ. ഒന്നിളകിയതാണോ? 3 പ്രാവശ്യം ഇളകി, 3 പ്രാവശ്യം ചാടി, 3 പ്രാവശ്യം പിടിച്ചേ. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെ എവിടെയെല്ലാം തിരഞ്ഞെന്നറിയോ? പീതാംബരൻ സാറ് ഇവർ പ്രാന്താണ്. താങ്ക് യു ബ്രോ, നിങ്ങളൊന്നും ചെയ്തില്ല. എനിക്ക് എന്റെ എടയെയും പോടയെയും കിട്ടി. എന്തിനാടാ അടിക്കുമ്പോ തൊട്ട് നോക്കാനാ? ഇത് ഭയങ്കര ബിസിനസ് അല്ലേ? ഇത് കണ്ട അൽസേഷനാ, കുറ്റനോ? ഇത് ജർമ്മൻ ഷിപ്പ്യാർഡ്. കണ്ണമാലിപ്പള്ളിയുടെ അവിടെ നിന്ന് കിട്ടിയതാ. യു ആർ മോസ്റ്റ് വെൽക്കം. നന്ദി, നമസ്കാരം. നല്ല മൂത്തനാണല്ലേ? ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. ഓ മെനക്കേടാ, മടിയാന്ന്. Eat 5 star, do nothing. നല്ല ചവർപ്പുണ്ട് കേട്ടോ. അയ്യോ, ജലദോഷം ചുമയുമാണോ? എന്നോടൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞാണോ വൈകിക്കൊണ്ട് കാണിക്കുന്നു. അനുഭവിച്ചോ? നീ സംശയിക്കൊന്നും വേണ്ട, ഇത് അത് തന്നെ. എനിക്കൊരു മ്യൂസിക് കോമ്പറ്റീഷനും സമ്മതിക്കില്ല. പൂർണ്ണമായും വിശ്വസിക്കാവുന്ന വിക്സ് വേപ്പോറബ് ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? എന്റെ ഏരിയയിൽ കയറി കളിച്ചാലുണ്ടല്ലോ യുദ്ധം നടക്കൂടെ, യുദ്ധം പറഞ്ഞേക്കാം ഞാൻ. പ്രകൃതിദത്ത ചേരുവകളായ യുഗാലി, കർപ്പൂരം, പുതിന എന്നിവ ചേർന്ന വിക്സ് വേപ്പോറബ് ജലദോഷത്തിന്റെയും ചുമയുടെയും തലവേദനയുടെയും 6 ലക്ഷണങ്ങളിൽ നിന്നും ആശ്വാസം നൽകും. കൂടാതെ തൊണ്ടവേദന, മണ്ടവേദന, മൂക്കുവേദന, നാഡീ തളർച്ച ഇവയ്ക്കെല്ലാം കൂടി ഒരു സിദ്ധൌഷധമാണ്. ഇത് ചർമ്മത്തിൽ സൗമ്യമാണ്. ആടലോടകത്തിന്റെ ഇലയോടൊപ്പം കുറച്ച് വിക്സും കൂടി അരച്ചു കൊടുത്താലോ? എന്നിട്ട് ആളെ കൊല്ലാനോ? മിക്സ് പുറത്തല്ലോടെ പറഞ്ഞിട്ട് അതകത്ത് കഴിക്കാനുള്ളതാ. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഏറ്റ ആസ്മാക്കാരെയൊക്കെ നമ്മുടെ വരി നിർത്താലോ? ഏറ്റില്ലെങ്കിൽ കെട്ടും കെട്ടി സ്ഥലം വിടുകയും ചെയ്യാം. ഒരു വിക്സ് ബലം 6. നന്ദി. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒരു ആവശ്യമില്ല. ഈ സുവർണ അവസരം ഒരുക്കി തന്ന ഫോൺ പേക്ക് നന്ദി. ഇവൻ ആള് ജഗജാല കില്ലാടിയല്ലേ, അതുകൊണ്ടല്ലേ എല്ലാം ഞാൻ ഇവനെ തന്നെ ഏൽപ്പിച്ചത്. എല്ലാം നീ ശരിക്കും ശരിയാക്കിയിട്ടുണ്ടല്ലോ. 24 കാരറ്റ് സ്വർണം വാങ്ങണോ? ഫോൺ പേ കടന്നു വരൂ. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉയർച്ചയും ഉണ്ടാക്കാൻ കടന്നു വരൂ. നോക്കി നിൽക്കാതെ കടന്നു വരൂ. കടന്നു വന്നല്ലോ. സർട്ടിഫൈഡ് ചെയ്ത സ്വർണം, പത്തര മാറ്റി തനി തങ്കാത്, ശുദ്ധം, ഈ ഈണം പോലെ. വീട്ടിലിരുന്ന് വാങ്ങാം, ഹോം ഡെലിവറിയും ചെയ്യാം. യെസ്. ഹലോ സർ, ഹൗ ആർ യു? കറക്റ്റ് ടൈം അല്ലേ സർ? ഷാർപ്പ്. കൂടാതെ ബെസ്റ്റ് പ്രൈസും ക്യാഷ് ബാക്കും. എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടയിക്കോ. ഇതൊരു മധുരക്കിനാവ് മാത്രമല്ല, ഒരു സുവർണ അവസരമല്ലേ? ഇതിന്റെ സെയിൽസിന് ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ഉയരൂ. സ്വർണം വാങ്ങാനുള്ള സുവർണ മാർഗം ഫോൺ പേ. കാര്യവൻ തല്ലിപ്പൊളിയാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ആള് കറക്റ്റ് റൂട്ടാ. എന്ത് റിസ്ക് എടുത്തിട്ടായാലും അവൻ അത് ഒപ്പിക്കും. സൂപ്പർ ക്യാഷ് ബാക്ക് ഉപയോഗിച്ച് നിലത്ത് ഈ കൊഴിഞ്ഞു വീണതൻ ഹൃദയത്തിൻ നുറുങ്ങുകളാണ്. നിന്റെ മുടി എന്തേടി? ആരോട് ചോദിച്ചോട്ട്? എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാര് ബാഹു, അതെനിക്കറിയോ? വെറും മുടിയെന്ന് വിളിക്കരുതേ. മുഴുവൻ തമിഴാ ആണ്. അതും അവര് പറയുന്ന മുഴുവൻ തെറിയാ. എന്റെ ഈശോയെ, ഞാൻ പറഞ്ഞതിൽ എന്നതാ സഭ്യം? ഈ മുടി കളയാന്ന് പറഞ്ഞ ഹെയർ കട്ടിങ് ചെരക്കിയ. മിഴികൾക്ക് മുന്നിലേക്ക് വീണ് കിടക്കും സ്നേഹത്തിൻ നൂലുകളാണ്. നീ ആര്? നീലി വൃങ്കാതിയുടെ മോഡല? ചൂടാണ്ട, നിങ്ങളുടെ കമ്പനിയുടെ തൈല് തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. ഹെറോയിൻ. ഈ പാറി കളിക്കുന്നതൻ വിരിയും ചിറകുകളാണ്. ഒരു പൊടിക്ക് കിറുക്കണ്ടോന്നുകൂടി സംശയമുണ്ട്. വെറും മുടിയിഴകളല്ലിത്. നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു ഏതൊരു മുടി വളർത്തിയ ചെക്കനെന്ന്. ഉത്തരവാദിത്തം ഈ തോളിലും ആ തോളിലും. ചിന്തിച്ചിട്ടുണ്ടോ ഇതെന്താണ് ഇത്ര സമൃദ്ധമെന്ന്?
ഒരു കുളിയുടെ ശവം നാറിയിട്ട് പാടില്ല. വിരലോടിക്കുമ്പോൾ എന്താണ് ഞാൻ എന്നോട് തന്നെ മന്ത്രിക്കുന്നത്? എന്നാ മയിര് ഇതിലെന്റെ പേര് എഴുതിയിട്ടുണ്ട്. അന്നൊരു പേര് പറ. മതി 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 മതി. ഇതിനെ വെറും മുടിയിഴകൾ മാത്രമായി കാണരുത്. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. പാരഷൂട്ട് അഡ്വാൻസ്ഡ്. കാരണം എന്റെ മുടിയിഴകൾ എന്റെ ജീവനാണ്. 1 2 3 4 5 കുട്ടികറി അയ്യടാ പോയടാ. സമയം ശരിയല്ല, ഒന്നങ്ങോട്ട് സെറ്റ് ആവുന്നില്ലപ്പ. എല്ലാം ഒരു 3D ചലച്ചിത്രത്തിൽ എന്ന പോലെ മുന്നോട്ട് തള്ളി വരുന്നത് നാം കാണുന്നു. എന്താ നിന്റെ പ്രശ്നം? മൊത്തം പ്രശ്നമാണെന്ന്. പ്രായം 19 ആയില്ലേ. ഒപ്പം അരീക്ഷണി എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. എന്റെ പൊന്നുവൻ മര്യാദയ്ക്ക് പഠിച്ചൊരു സ്ഥാനത്ത് എത്തിയാലേ അച്ഛൻ ഈ കള നിർത്താം. എന്താടാ വല്ല പ്രേമം കാണുണ്ടോ? ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? എനിക്കൊക്കെ പ്രാന്താണ് പ്രേമിക്കാൻ. നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളുടെ പിന്നാലെ പോവാൻ. ഈ ജീവിതം എന്ന് പറയുന്നത് പ്രഷർ കുക്കർ പോലെയാണ്. വിസില് പൊക്കി ഒന്ന് നോക്കി. എന്നിട്ടെന്താ പിന്നെന്താ നിന്റെ കുഴപ്പം? എന്റെ അമ്മ എനിക്കൊരു 15 സെക്കൻഡ് താ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പറയാൻ വന്നത് മറന്നുപോയി. ഇതൊരു കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ഞാൻ ഈ ഡിഗ്രിയും കഴിഞ്ഞ് വേറെ ഏതെങ്കിലും കോഴ്സും പഠിച്ച് അതും പാസ്സായി ഇന്റർവ്യൂ തപ്പി നടന്നു നല്ലൊരു ജോലിയും കിട്ടി 10 കാശ് സമ്പാദിക്കാനാവുമ്പോഴേക്കും ഞാനൊക്കെ പാസ്സാവുമ്പോ നീയൊക്കെ കൂടി തോറ്റിട്ട് ഗൾഫിൽ പോകും. ഗൾഫിൽ പോയാലോ ആ മണലാരണ്യത്തിൽ കിടന്ന് നീയൊക്കെ കഷ്ടപ്പെട്ട് നരകിച്ച് പണിയെടുത്ത് പുഴുത്ത് ചോറ് തുപ്പി ചാവൂടാ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ നിങ്ങക്ക് പറ്റുമോ? പറ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോടോ സ്വന്തം ബുദ്ധി ഇത്തിരി ഉപയോഗിച്ചൂടെ? എന്ത് ചീപ്പ് ഷോ ആണോ? നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? എടോ ജ്യേഷ്ഠ, ഇതിനൊക്കെ ഇച്ചിരി ലോജിക് ഉപയോഗിക്കണം. ബുദ്ധിയാണ് എല്ലാ ആവശ്യത്തിന് കൂടുതൽ ആണോ? എന്നാ കൂടുതലുള്ള ബുദ്ധി കുറച്ച് അച്ചാറിട്ടോ. എന്റെ അപ്പ 2 വർഷം കൂടെ കഴിഞ്ഞ് ഞാൻ +2 പാസ്സായി ഡിഗ്രി കയറും. എവിടെയാണെന്നോ? നമ്മുടെ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ. നേരെ ചൊവ്വേ മലയാളം പോലും സംസാരിക്കാൻ അറിയത്തില്ല. ഒരു പുതിയ അവതാരം. ലോജിക്കായിരുന്നു നിന്റെ മെയിൻ അല്ലേ? ഇതൊക്കെ സിമ്പിൾ ലോജിക് അല്ലേ അപ്പ? പഠിക്കാൻ ഇനി സമയം കളയണ്ട. ലോജിക്കോടെ ചിന്തിക്കൂ, ലോകം കീഴടക്കൂ. ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ്. ഇറ്റ്സ് സിമ്പിൾ ലോജിക്.